സാറേ 19,000-ഓളം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യക്കാരായവർ അമേരിക്കയിലുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. അവരുടെ രേഖകളൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുവരാമെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരെ ഇങ്ങനെ അയച്ചു തുടങ്ങിയെന്ന് കേൾക്കുന്നു. എത്രത്തോളം പേര്? 250 ഇന്ത്യക്കാരെ അമേരിക്കയുടെ പട്ടാള വിമാനത്തിൽ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. 250 പേര് ഇന്ന് എത്തിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ പട്ടാള വിമാനം C-17 അതിലാണ് അവർ എത്തിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നിന്ന് ഒരു ദിവസം എടുത്ത് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പട്ടാള വിമാനങ്ങളെ സംബന്ധിച്ചിട്ട് ഡൽഹി എന്നൊക്കെ പറയുന്നത് കുറച്ച് വിദൂര സ്ഥലമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ മോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നമ്മൾ തിരിച്ചെടുക്കും എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ 18,000 അനധികൃതമായി അവിടെ ചെന്നിട്ടുള്ളത്. കാനഡയുടെ അതിർത്തി വഴിയാണ് കൂടുതലും. മെക്സിക്കോ അതിർത്തി വഴി പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ജയശങ്കറും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആയി നടന്ന ചർച്ചയിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. തിരിച്ചയക്കാൻ നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളും തിരിച്ചെടുക്കാറില്ല. നിസ്സഹരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. നിസ്സഹകരണ രാഷ്ട്രങ്ങളായിട്ടാണ് അമേരിക്ക അവരെ കരുതുക. നമ്മൾ ആ കൂട്ടത്തിലില്ലല്ലോ. അപ്പോൾ മെക്സിക്കോ അതിർത്തിയിലേക്ക് അമേരിക്കയുടെ സേന ട്രംപ് വന്ന ശേഷം കാര്യമായി നീങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അതിനൊരു സാർ എന്ന് പറഞ്ഞിട്ട് ഈ അനധികൃത കുടിയേറ്റമൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ പട്ടാള താവളങ്ങൾ തുറന്നിട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും. അങ്ങനത്തെ ആളുകളെയാണ് താവളങ്ങളിൽ. അങ്ങനെ പിന്നെ കുറേ പേര് ഡിറ്റൻഷൻ സെൻറ്റേഴ്സിലുണ്ട്. അവരെയൊക്കെയാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലേക്ക് ഇപ്പോൾ 250 പേരെ അയക്കുന്നതിന് മുമ്പ് ഈ അമേരിക്ക അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ പട്ടാള വിമാനങ്ങളിൽ തിരിച്ചു കൊണ്ടാക്കുന്നത്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് ഈ രാജ്യങ്ങളിലേക്ക് പട്ടാള വിമാനങ്ങളിൽ അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ കൊണ്ടാക്കിയിരുന്നു. ഗ്വാട്ടിമാലയിലേക്ക് ആളെ കൊണ്ടുപോയപ്പോൾ ഒരാൾക്ക് ചിലവ് വന്നത് $4,675 ആണ് എന്ന് കണക്ക് കാണുന്നുണ്ട്. വലിയ ചിലവാണ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ പരിപാടി 1798 അവിടെ ഏലിയൻ എനിമീസ് ആക്ട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതും ഇനി ചില കാര്യങ്ങളിലൊക്കെ ബാധകമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചില ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ചില ഗാങ്ങിലൊക്കെ ക്രിമിനൽ ഗാങ്ങിലൊക്കെ അംഗമായിട്ടുള്ള ആളുകളെയൊക്കെ പുറത്താക്കാനുള്ള ഒരു ആക്റ്റാണത്. അത് കോടതിയിൽ വിചാരണയൊക്കെ ഉണ്ട് ഈ ആളുകൾക്കെതിരെയെങ്കിലും അത് ബൈപ്പാസ് ചെയ്തിട്ടും ആ ആക്ട് നടപ്പാക്കി കഴിഞ്ഞാൽ പുറത്താക്കാം. അപ്പോൾ വേണമെങ്കിൽ ആ ആക്ട് നടപ്പാക്കാം അവർക്ക്, അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ. ഇത് ഏറ്റവും അവസാനം ആ ആക്ട് ഉപയോഗിച്ചത് 2ാം ലോക യുദ്ധകാലത്താണ്. പക്ഷേ ഇപ്പോൾ അത് പ്രയോഗിച്ചിട്ടില്ല. ചില തീവ്രവാദ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അത് അമേരിക്കയ്ക്ക്. ഇപ്പോൾ പെൻറ്റഗൺ 5000-ലധികം പേരെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യക്കാരായവരെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരായവരെ ടെക്സസിലെ എൽ പാസോയിലും പിന്നെ കാലിഫോർണിയയിലെ സാൻ ഡീഗോയിലും പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പോൾ ടെക്സസിൽ നിന്നുള്ള 205 പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും സംഗതികൾ, ജീവചരിത്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആ ഓരോരുത്തരെയും പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ തേടിപ്പിടിച്ച് അമേരിക്കയൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിലൊരു തമാശയായിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ C-17 എന്ന് പറഞ്ഞ പട്ടാള വിമാനത്തിൽ ഒരു ടോയ്ലറ്റേ ഉള്ളൂ. ഇത്രയും പേർ കൂടെ അത് പട്ടാള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുക. അതെ. അപ്പം നമുക്കറിയില്ല. എയർ ട്രാൻസ്പോർട്ടബിൾ ഗാലി എന്ന് പറഞ്ഞിട്ടേ ഈ ടോയ്ലറ്റ് വേറെ ടോയ്ലറ്റുകളായിട്ട് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാവുന്ന ഇത് വേണമെങ്കിൽ പ്രയോഗിക്കാം. അത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിതിൻ്റെ
ഈ മൊത്തം യാത്രയിലൊരു തമാശയായിട്ടൊരു റിപ്പോർട്ടിൽ കണ്ടതാണത്. അത് ശരി. ഒരു കൗതുകം ആയിട്ട് കണ്ടതാണ്. അപ്പോൾ മോദി 13-ാം തീയതി ട്രംപിനെ കാണുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇങ്ങനൊരു നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സംഗതി. ഇന്ത്യക്കാരാണ് കൂടുതലും H1B വിസയിൽ അവിടെ ഉള്ളത്. പിന്നെ 3 ലക്ഷം വിദ്യാർത്ഥികൾ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. സ്റ്റുഡൻറ് വിസയൊക്കെ ഉള്ളത്. അതിൽ ചില ആളുകൾ മറ്റേ ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പുറത്താക്കും. അതെ. അപ്പോൾ ഈ 20,407 അൺഡോക്യുമെന്റഡ് ഇന്ത്യൻസ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, രേഖകൾ ഇല്ലാത്ത ആളുകൾ. അപ്പോൾ അവരുടെ ഈ ഫൈനൽ റിമൂവൽ ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട ജഡ്ജി ഉണ്ട്, കോടതി. ഈ ഫൈനൽ റിമൂവൽ ഓർഡർ ഉണ്ടായ ആളുകളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരുടെ കേസിലൊക്കെ പെട്ടിട്ട് കോടതിയിൽ നിന്ന് ഫൈനൽ റിമൂവൽ ഓർഡർ ആകുന്ന ആളുകളെയാണ് ഡിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റേതായ പ്രക്രിയ ഉണ്ട് അവിടെ. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് ICE എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ 17,940 പേര് പേപ്പർലെസ്, ഒരു കടലാസും ഇല്ലാത്തവർ ഉള്ളതായിട്ടാണ് കണക്ക് ഈ തടവിൽ ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും ആളുകൾ അവിടെ ഫൈനൽ റിമൂവൽ കാക്കുന്നുണ്ട്. 17,940 പേര്. അതിൽ 205 പേരാണ് ഈ ഓർഡർ ആയവരെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2,467 പേര് തടവിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. ഈ അനധികൃത കുടിയേറ്റത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ഇന്ത്യക്കാർ. അവിടെ ഏഷ്യക്കാരിൽ 1ാമത്തെ ഗ്രൂപ്പുമാണ് ഇന്ത്യക്കാർ. ഈ ICEയുടെ കണക്ക് പ്രകാരം എല്ലാ രാജ്യങ്ങളിൽ നിന്നും 37,000 പേര് വരും. ICE ഇന്ത്യയെ ഇറാഖ്, തെക്കൻ സുഡാൻ, ബോസ്നിയ തുടങ്ങിയവയ്ക്കൊപ്പം ഒരു 15 നിസ്സഹകരണ രാജ്യങ്ങളിലാണ് പെടുത്തിയിരുന്നത്. ബൈഡൻ്റെ ഭരണകാലത്ത് നിസ്സഹകരണ രാജ്യമാണ് ഇതിൽ ഇന്ത്യ എന്നാണ് പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ രേഖയില്ലാത്തവരെ സ്വീകരിക്കില്ല ഈ രാജ്യങ്ങൾ. അക്കൂട്ടത്തിലാണ് ഇന്ത്യയെ പെടുത്തിയിരുന്നത്. അപ്പോൾ നിസ്സഹകരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ICE ഈ ഡിപ്പോർട്ട് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രാജ്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ICEയുടെ 2024 കഴിഞ്ഞ കൊല്ലത്തെ വാർഷിക റിപ്പോർട്ടിൽ അവിടെ നിന്ന് ഈ പറഞ്ഞയച്ച ഡിപ്പോർട്ട് ചെയ്ത ഇന്ത്യക്കാർ ഇപ്പോൾ 5 ഇരട്ടി വരും എന്ന് കണക്കിൽ കാണുന്നുണ്ട്. 2021 292 പേരെയാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ കൊല്ലം 1529 പേരെ പറഞ്ഞു വിട്ടിരുന്നു. മൊത്തം ഇപ്പോൾ 18,000 ഉണ്ടല്ലോ. അപ്പോൾ ഡിപ്പോർട്ടേഷൻ്റെ ഈ പറഞ്ഞു വിടുന്നതിൻ്റെ കണക്ക് പലപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞത് 519 പേരെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ ഒക്ടോബറിൽ പഞ്ചാബിലേക്ക് വന്നവർ തന്നെ ഇതിനേക്കാൾ കൂടുതലാണ്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ 1,100 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് ഇതിൽ സ്വയം വരുന്ന ആളുകളും ഉണ്ടാവും. കടലാസൊന്നും ഇല്ലാതെ ഇപ്പോൾ പോയേക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആളുകളും ഉണ്ടാവുമെന്നാണ്. സ്വയം വരുന്നവരെ കൂടി ഈ കണക്കിൽ പെടുത്തി കാണും എന്നാണ് കരുതുന്നത്. ഇന്ത്യക്ക് ഈ മൈഗ്രേഷൻ എഗ്രിമെൻറ്റുകളുള്ള രാജ്യങ്ങൾ തായ്വാൻ, സൗദി അറേബ്യ, ജപ്പാൻ, ഇസ്രയേൽ തുടങ്ങിയവയൊക്കെയാണ്. മെക്സിക്കോയും എൽ സാൽവഡോറും കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് പിന്നെ കൂടുതൽ പ്യൂർ റിപ്പോർട്ടിലുണ്ട്. 7,25,000 പേര് അനധികൃതമായിട്ട് കുടിയേറിയതായിട്ട് അവരുടെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വടക്കൻ അതിർത്തി വഴിയാണ് ഈ അധികം കുടിയേറ്റമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നും സ്വാഭാവികമായിട്ടും മെക്സിക്കോ അല്ലെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ അല്ലെ ട്രക്കിലോ അല്ലെ ബോട്ടിലോ ഒക്കെ കയറി ഈ അമേരിക്കയിൽ എത്തുകയും ചെയ്ത ആൾക്കാരാണ് ഈ വന്നത്. പലതും റിസ്ക്കാണ്. CIA എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നില്ലേ, അതിൽ കാണാം മെക്സിക്കൻ അതിർത്തിയിൽ നിന്നൊക്കെ ഉള്ളത് ചാടിപ്പോന്നൊക്കെ. പലപ്പോഴും നടക്കണം അല്ലേ, കിലോമീറ്ററുകളോളം നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിടിക്കാം, തിരിച്ചുവിടാം. ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം അല്ലേ. എല്ലായിടത്തും ഏജന്റുമാരൊക്കെ ഉണ്ട് ഇതിന്. കാശ് മേടിച്ച് ഇതൊക്കെ ചെയ്യുന്ന ഏജന്റുമാരൊക്കെ
എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് അമേരിക്കയിൽ പോയാൽ പിന്നെ വിശാലമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നമുക്ക് പറ്റും, നമ്മുടെ ജീവിത രീതിയൊക്കെ മെച്ചപ്പെടുമെന്നൊക്കെയാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ അല്ലേ? പിന്നെ അതുപോലെ ഈ ചില പഞ്ചാബി ഗായകരൊക്കെ ഉണ്ടല്ലോ, വളരെ അറിയപ്പെടുന്ന ഗായകരൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ ദലേർ മെഹന്തിക്കെതിരെയൊക്കെ കേസ് വന്നൊക്കെ ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അങ്ങയുടെ ഈ ഗാനമേള പാർട്ടിയിൽ എന്നുള്ള വ്യാജേന കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണില്ല, അവരവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ കാശ് മേടിക്കുന്ന ഒരു റാക്കറ്റ് ദലേർ മെഹന്തി പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് വന്നിരുന്നു. അങ്ങനെ പലരെ പറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ചെയർമാനായിട്ടൊരു സ്ത്രീ ഇല്ലേ, മല്ലിക സാരാഭായ്, അവർക്കെതിരെയും അങ്ങനെ ആരോപണം ഞാൻ വായിച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഒരു ഡാൻസ് ആണല്ലോ, അങ്ങനെ ട്രൂപ്പിൽ കൊണ്ടുപോയി അവർക്കെതിരെ കേസെടുത്ത റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനത്തെ കേസിൽപ്പെട്ട ആളാണ് അവരും. അപ്പോൾ അവരോട് പ്രത്യേക ഒരു വാത്സല്യം കേരള സർക്കാരിന് വരണമല്ലോ. ഒരു ന്യായമായ പരിഗണന അവരറിയിക്കുന്നുണ്ടല്ലോ. 5 പൈസ കൊടുക്കണ്ടെന്ന് വന്നിട്ട് അവർ പിന്നെ 3 ലക്ഷം രൂപ ശമ്പളമൊക്കെ ചോദിച്ചു. ഇപ്പൊ 250 പേരുടെ ആദ്യത്തെ ഒരു 205 എന്നാണ്. അപ്പം ഇനിയും ഒരുപക്ഷെ അടുത്ത വിമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിലേക്ക് ഇങ്ങോട്ട് എത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അല്ലേ? അതായത് ഡിപ്പോർട്ടേഷൻ ഓർഡർ, അവിടുത്തെ ജഡ്ജിയുടെ ഫൈനൽ ഓർഡർ വരുന്ന മുറയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഈ ചെലവ് വഹിക്കുന്നത് ആര് എന്നുള്ളൊരു സംശയമാണ് പിന്നെ ഉള്ളത്. നമ്മൾ മറ്റേ ഗ്വാട്ടിമേലയ്ക്ക് പോകുന്ന $4000 ചില്ലുവാനം ഒരാളുടെ പറഞ്ഞല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.